Tonight, my friends, ഇന്ന് എൻ്റെ സ്നേഹിതന്മാരെ, God has come here determined to wipe away the tears from every eye. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുമെന്ന ദൃഢനിശ്ചയത്തോടെ കർത്താവ് വന്നിരിക്കുന്നു. He has come with such an anxiousness. കർത്താവ് അത്രമാത്രം ഉത്കണ്ഠയോടെയാണ് വന്നിരിക്കുന്നത്. And he wants to do it speedily. കർത്താവ് എത്രയും വേഗത്തിൽ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Jesus is the Lord who wipes away the tears from every face. യേശുക്രിസ്തു എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ദൈവമാണ്. Revelations 21:4 says, വെളിപ്പാട് 21:4 പറയുന്നു, He will wipe every tear from their eye. യേശു അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. There will be no more death, ഇനി മരണം ഉണ്ടാകയില്ല, no more mourning or crying, ദുഃഖവും മുറവിളിയും ഉണ്ടാകയില്ല, no more pain, കഷ്ടതയും ഉണ്ടാകയില്ല. for the former things have passed away. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. Of course, the scripture talks about our coming life in heaven. വരാൻ പോകുന്ന നമ്മുടെ സ്വർഗീയ ജീവിതത്തെക്കുറിച്ചാണ് ഈ തിരുവെഴുത്ത് പറയുന്നത്. But I believe we are going to experience this heaven on earth. എന്നാൽ ഈ സ്വർഗീയമായ അനുഭവം നമ്മൾ ഭൂമിയിൽ ആസ്വദിക്കുവാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. No more mourning, ഇനി വിലാപമില്ല, no more crying, ഇനി കരച്ചിലില്ല, no more pain, Lord. ഇനി വേദനയില്ല. He has said it is enough നിങ്ങൾ അനുഭവിച്ചത് മതിയെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. that my children have cried. എന്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞത് മതി. I, Jesus, have listened to their cry. യേശുവായ ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു. Night and day I have listened to their cry. രാപ്പകൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. And I have been waiting for the day where I can come and wipe away every അവരുടെ tear. കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുവാനുള്ള ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. God has come to wipe away your tears. നിങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുവാൻ ദൈവം വന്നിരിക്കുന്നു. I know that some of you women have been crying alone നിങ്ങൾക്കിടയിലുള്ള സ്ത്രീകളിൽ ചിലർ ഏകരായി കരയുകയാണെന്ന് എനിക്കറിയാം. with the troubles from your husband, നിങ്ങളുടെ ഭർത്താവിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട്, carrying and hiding the scars from in your face, നിങ്ങളുടെ മുഖത്തുള്ള പാടുകൾ മറച്ചുകൊണ്ട് നിങ്ങൾ നടക്കുകയാണ്. not being able to share with anybody, നിങ്ങൾക്ക് ആ വേദന ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ല. bearing it all alone. നിങ്ങൾ അതെല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്നു. I know you might have gone through losses in your ഒരുപക്ഷെ study, പഠനത്തിൽ നഷ്ടങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുമെന്ന് എനിക്കറിയാം. not being able to focus and go forward, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ, having obstacles in your job, ജോലിയിൽ പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. and being torn by the sickness in your body. ശരീരത്തിലെ രോഗങ്ങൾ നിമിത്തം നിങ്ങൾ ഭാരപ്പെടുകയാണ്. No words but tears from your eyes bearing all this. നിങ്ങൾക്ക് ഒന്നും ഉരിയാടാനാവുന്നില്ല. നിങ്ങൾ കണ്ണുനീരോടെ ഇതെല്ലാം സഹിക്കുന്നു. I know you have waited from the Savior's touch. രക്ഷകന്റെ കരസ്പർശത്തിനായി നിങ്ങൾ കാത്തിരുന്നുവെന്ന് എനിക്കറിയാം. You have waited patiently for the Lord Jesus. നിങ്ങൾ ക്ഷമയോടെ കർത്താവായ യേശു ക്രിസ്തുവിനായി കാത്തിരുന്നു. Who else can save me but Him? യേശുവിനല്ലാതെ മറ്റാർക്കെന്നെ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് I lift up my eyes to the Maker of heaven and earth. ഞാൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിങ്കിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തുന്നു. He is my help. ആ കർത്താവാണ് എന്റെ സഹായകൻ. Jesus. യേശു. He has seen your tears. യേശു നിങ്ങളുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. According to Psalm 6:6, സങ്കീർത്തനം 6:6 പ്രകാരം you also might have been saying, നിങ്ങൾ ഇപ്രകാരം പറയുകയാവാം, I am weary with my sighing, Lord. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. Every night I make my bed swim in tears. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. I dissolve my couch with my tears. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. The psalmist says in Psalm 42:3, സങ്കീർത്തനം 42:3 സങ്കീർത്തനക്കാരൻ പറയുന്നു, Lord, my tears have been my food even day and night. കർത്താവേ, എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി They തീർന്നിരിക്കുന്നു. all say to me all day long, അവർ നിത്യം എന്നോട് പറയുന്നു, where is your God? നിന്റെ ദൈവം എവിടെ? Where is your God? നിന്റെ ദൈവം എവിടെ? Look at what they're saying, Lord. കർത്താവേ, അവർ പറയുന്നത് കാണേണമേ. Look at the tears that I have shed, not being able to even produce tears കർത്താവേ, ഞാൻ anymore. കണ്ണുനീർ തൂകിയത് അങ്ങ് കാണേണമേ. ഇനി എനിക്ക് കണ്ണുനീരില്ലെന്ന് I പറയാം. have no more tears even to cry. കർത്താവേ, ഇനി എനിക്ക് കരയുവാൻ കണ്ണുനീരില്ല. Where are you, Lord? കർത്താവേ, അങ്ങ് എവിടെയാണ്? This sound has rung in the ears of Jesus. ഈ ശബ്ദം യേശുവിന്റെ കാതുകളിൽ മുഴങ്ങുകയാണ്.
He has said it is enough. യേശു പറഞ്ഞിട്ടുണ്ട്, ഇനി നീ കരഞ്ഞത് മതി. What happens when we cry? നമ്മൾ കരയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Firstly, ഒന്നാമതായി, Jesus weeps along with us. യേശു നമ്മോട് ചേർന്ന് കരയുന്നു. When Martha invited Jesus to come and heal her dying brother, തന്റെ മരണാസന്നനായ സഹോദരനെ സൗഖ്യമാക്കുവാൻ മാർത്ത യേശുവിനെ ക്ഷണിച്ചപ്പോൾ Jesus took many days to come. യേശു ആ സ്ഥലത്ത് തന്നെ 2 ദിവസം തങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നത്. Her brother Lazarus had died. അപ്പോഴേക്കും അവളുടെ സഹോദരൻ ലാസർ മരിച്ചിരുന്നു. Martha cried to the Lord saying, "If only you had come sooner, മാർത്ത Lord. കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇത്തിരി നേരത്തെ My വന്നിരുന്നുവെങ്കിൽ brother would have lived." എന്റെ സഹോദരൻ ജീവിച്ചിരിക്കും. At that moment, ആ സമയത്ത് looking at the grave of Lazarus, ലാസറിന്റെ കല്ലറയിലേക്ക് നോക്കിക്കൊണ്ട് Jesus wept. യേശുക്രിസ്തു തേങ്ങി കരഞ്ഞു. His heart was moved for his dear friend Lazarus, തന്റെ പ്രിയ സ്നേഹിതനായ ലാസറിനെ ഓർത്ത് യേശുവിന്റെ ഹൃദയം വേദനിച്ചു. who had passed away. അവൻ മരിച്ചു പോയിരുന്നു. Jesus wept. യേശു തേങ്ങി കരഞ്ഞു. Jesus wept. യേശുവിന്റെ ഉള്ളം നൊന്തു. യേശു കരഞ്ഞു. When Jesus came about walking and saw Jerusalem in Luke 19, ലൂക്കോസ് 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തു യെരുശലേമിനെ നോക്കിക്കൊണ്ട് verses 41 to 44, 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ looking at the city of Jerusalem, യെരുശലേം നഗരത്തെ നോക്കിക്കൊണ്ട് Jesus wept. യേശു കരഞ്ഞു. He knew what would happen to Jerusalem. യെരുശലേമിന് എന്ത് സംഭവിക്കുമെന്ന് യേശു അറിഞ്ഞിരുന്നു. Oh Jerusalem, യെരുശലേമേ, because you have rejected what God sent you to save നിന്നെ you, രക്ഷിക്കുവാൻ ദൈവം നിന്റെ അരികിലേക്ക് അയച്ചതിനെ നീ തള്ളിക്കളഞ്ഞതുകൊണ്ട്, because you would reject me, നീ എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട്, oh, you would be crushed by the enemies ശത്രുക്കൾ around you. 4 പുറത്തു നിന്നും നിന്നെ വളഞ്ഞ് ഞെരുക്കും. Oh Jerusalem, യെരുശലേമേ, Jesus weeps for the city, യേശു യെരുശലേമിനെ കുറിച്ച് കരയുന്നു. weeps for the nations, ആ ദേശത്തെക്കുറിച്ചോർത്ത് കരയുന്നു. when they cannot have the salvation of God, not looking to അവർ Him. കർത്താവിങ്കിലേക്ക് നോക്കി കർത്താവിന്റെ രക്ഷ പ്രാപിക്കാതിരുന്നപ്പോൾ Pains His heart. അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. When we cry, നമ്മൾ നിലവിളിക്കുമ്പോൾ, when a nation cries, ഒരു ദേശം നിലവിളിക്കുമ്പോൾ, Jesus weeps. യേശുക്രിസ്തു കരയുന്നു. He weeps for us. യേശുക്രിസ്തു നമുക്കായി കരയുന്നു. More than you can weep for your brother or your നിങ്ങൾ child. നിങ്ങളുടെ സഹോദരനെ അല്ലെങ്കിൽ കുഞ്ഞിനു വേണ്ടി കരയുന്നതിനേക്കാൾ അധികം, More than you can weep for the loss of your പ്രിയപ്പെട്ടവരെ loved one. നഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ കരയുന്നതിനേക്കാൾ അധികം He weeps because He is the one who made them. കർത്താവ് കരയുന്നു. കാരണം കർത്താവാണ് അവരെ സൃഷ്ടിച്ചത്. We can never love them like Jesus. യേശുവിനെ പോലെ നമുക്കൊരിക്കലും അവരെ സ്നേഹിക്കാനാവില്ല. More than a mother's ഒരു love. അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം, More than a father's ഒരു love. പിതാവ് സ്നേഹിക്കുന്നതിനേക്കാൾ അധികം Jesus loves and weeps for those our loved ones in trouble. നമ്മുടെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു സ്നേഹിക്കുന്നു. അവർ കഷ്ടത്തിൽ അകപ്പെടുമ്പോൾ യേശുക്രിസ്തു കരയുന്നു. Secondly, രണ്ടാമതായി, the tears are recorded in His book. നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ അത് യേശുക്രിസ്തു തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. Psalm 56:8 says so. സങ്കീർത്തനം 56:8 അപ്രകാരം പറയുന്നു, You have taken account of my wanderings, Lord. കർത്താവേ, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. Put my tears in your bottle. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. Are they not in your book? അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? Every tear is stored in His bottle, ഓരോ കണ്ണുനീരും ദൈവം തന്റെ തുരുത്തിയിൽ ശേഖരിക്കുന്നു, recorded in His book. തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. The Lord remembers നമ്മൾ every കണ്ണുനീർ tear. തൂകുന്നതെല്ലാം ദൈവം ഓർക്കുന്നു. He looks at every tear. കർത്താവ് എല്ലാ കണ്ണുനീരും കാണുന്നു. What does He do? കർത്താവ് എന്താണ് ചെയ്യുന്നത്? To every tear written in His നമ്മുടെ book, കണ്ണുനീരെല്ലാം ദൈവം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. God waits to avenge it ദൈവം അതിനെ പ്രതികാരം ചെയ്യുവാൻ കാത്തിരിക്കുന്നു at the right moment, തക്ക സമയത്ത്. because He's a God of justice. കാരണം ദൈവം ന്യായത്തിന്റെ ദൈവമാണ്. He waits to provide justice for every tear of His തന്റെ people. ജനത്തിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും നീതി ലഭ്യമാക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. No one can interfere with this justice. ദൈവം ന്യായം തീർക്കുമ്പോൾ അതിൽ ആർക്കും ഇടപെടുവാൻ It കഴിയില്ല. comes to His people. ദൈവത്തിന്റെ നീതി തന്റെ ജനത്തെ തേടി Luke വരുന്നു. 18:7 and 8. ലൂക്കോസ് 18:7-8 വാക്യങ്ങൾ. Will not God give justice to His elect, ദൈവം തന്റെ വൃതന്മാരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? those who cry to Him day and night?
രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരെ will he delay long over them? ദൈവം അവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ I ആയാൽ tell you, he will give justice to them speedily. ദൈവം വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. Yes, today is the day of justice for your tears. അതെ, ഇന്ന് നിങ്ങൾ കണ്ണുനീർ തൂകിയതിനെ ദൈവം നീതി നടപ്പാക്കുന്ന സുദിനമാണ്. Praise him and expect it from God. ദൈവത്തിൽ നിന്ന് ആ അത്ഭുതം പ്രതീക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ. How is his justice going to come? ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് വരാൻ പോകുന്നത്? Firstly, my friends, ഒന്നാമതായി എന്റെ സ്നേഹിതന്മാരെ, they will experience his mighty miracles. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള അത്ഭുതങ്ങളെ അനുഭവിച്ചറിയും. We will experience the miracle working power of God in a mighty way in our life. ഇന്ന് അതിശക്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി അനുഭവിച്ചറിയും. Expect it in your അത് body. നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുവിൻ. Expect it in your home. ഭവനത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുവിൻ. Expect it in your business. ബിസിനസ്സിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുവിൻ. Expect it in your nature, സ്വഭാവത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുവിൻ. in your habits. അതുപോലെ നിങ്ങളുടെ ശീലങ്ങളിലും Expect it in your relationship. നിങ്ങളുടെ ബന്ധങ്ങളിലും അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കും. Mighty miracles of God are coming tonight ദൈവത്തിന്റെ വല്ലഭത്വം നിറഞ്ഞ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ തേടി വരാൻ പോകുന്നു. as a part of the justice of God. ദൈവം നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി. Psalm 34:19 says, സങ്കീർത്തനം 34:19 പറയുന്നു, the righteous person may have many troubles, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, but the Lord delivers them out of them all. എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. That is the justice that is coming to us. ആ നീതിയാണ് ഇന്ന് നമ്മെ തേടി വരുന്നത്. There was a king called Hezekiah in the Bible. ഹിസ്കിയാവ് എന്ന ഒരു രാജാവിനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. Hezekiah fell sick unto death. ഒരിക്കൽ ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. The prophet Isaiah came and said, Hezekiah, put your house in order, for you will not survive this illness, you will die. യെശയ്യാ പ്രവാചകൻ വന്ന് അവനോട് പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല. Imagine such a news coming to us, അങ്ങനെയുള്ള ഒരു വാർത്ത നമ്മെ തേടി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് സങ്കല്പിക്കുക. saying you will not survive, you will die. നീ ശേഷിക്കയില്ല, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. Have the doctors said that to you? ഡോക്ടർമാർ അപ്രകാരം നിങ്ങളോട് പറഞ്ഞുവോ? Have the scans said that to you സ്കാൻ റിപ്പോർട്ടുകൾ നിങ്ങളോട് അപ്രകാരം പറഞ്ഞുവോ? about your loved one? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച്. Hezekiah wept bitterly. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. Remember me, Lord. അവൻ പറഞ്ഞു, കർത്താവേ, എന്നെ ഓർക്കേണമേ. Have I not served you diligently? യഹോവേ, ഞാൻ അങ്ങയെ സത്യസന്ധമായി സേവിച്ചുവല്ലോ. Have I not walked before you righteously? ഞാൻ നീതിയോടെ അങ്ങേക്ക് മുൻപാകെ നടന്നുവല്ലോ. Remember me, Lord. കർത്താവേ, എന്നെ അങ്ങ് ഓർക്കേണമേ. Those tears touched the heart of God. ക്ഷമിക്കണം, ആ കണ്ണുനീർ ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. God was moved. ദൈവം ഹിസ്കിയാവിനോട് മനസ്സലിഞ്ഞു. Even before that prophet Isaiah could walk out of the court, പ്രവാചകനായ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ, the king's court, രാജാവിന്റെ നടുമുറ്റം വിട്ട് പോകും the മുമ്പേ, word of the Lord came back to Isaiah. പ്രവാചകനെ യഹോവയുടെ അരുളപ്പാടുണ്ടായി. Go back and tell Hezekiah that I have determined to give him an extended life for 15 more years. നീ തിരിച്ചുപോയി ഹിസ്കിയാവിനോട് പറയൂ, ഞാൻ അവന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. He will not die, he will live long. അവൻ ഇപ്പോൾ മരിക്കുകയില്ല, അവൻ ദീർഘകാലം ജീവിക്കും. I am moved by his tears. അവന്റെ കണ്ണുനീരിന് മുൻപിൽ എന്റെ മനസ്സലിഞ്ഞിരിക്കുന്നു. Tonight God is moved by your tears. ഇന്ന് ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയും. His miracles are coming upon you. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നു. He has called us all together to experience His ദൈവത്തിന്റെ miraculous touch. അത്ഭുതകരമായ കരസ്പർശം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിരിക്കുന്നു. Just as the lady in the Bible who touched the hem of His garment, വേദപുസ്തകത്തിലെ ആ സ്ത്രീയെ പോലെ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട സ്ത്രീയെ പോലെ, believing that one touch of His garment will bring her ആ healing. വസ്ത്രത്തൊങ്ങൽ തൊട്ടാൽ തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അതുപോലെ അവൾക്ക് സൗഖ്യം ലഭിച്ചു. Receive deliverance from her blood disease of 12 years. 12 വർഷത്തെ രക്തസ്രാവത്തിൽ നിന്ന് അവൾക്ക് സൗഖ്യം ലഭിച്ചു. God will touch you. ദൈവം നിങ്ങളെ സ്പർശിക്കും. Jesus will come to personally touch you tonight കർത്താവ് നിങ്ങളെ സ്പർശിക്കുവാൻ വ്യക്തിപരമായി നിങ്ങളുടെ അരികിൽ വരും. and lay His loving hands and heal you. കർത്താവ് തന്റെ സ്നേഹനിർഭരമായ കരം നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങൾക്ക് സൗഖ്യം He നൽകും. is doing it right now. ദൈവം ഇപ്പോൾ അത് ചെയ്യുന്നു. He is touching every organ that is failing and bringing back to life.
പ്രവർത്തനരഹിതമായ അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു, ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. Giving you renewed strength in your body. പുതുപ്പിക്കപ്പെട്ട ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നൽകുന്നു. Receive His loving touch. കർത്താവിന്റെ സ്നേഹനിർഭരമായ കരസ്പർശം സ്വീകരിക്കുക. His healing hand. കർത്താവിന്റെ സൗഖ്യം നൽകുന്ന കരങ്ങൾ, His healing presence കർത്താവിന്റെ സൗഖ്യദായകമായ സാന്നിധ്യം is moving throughout this crowd. ഈ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു. Resurrect your children, Lord. കർത്താവേ, അങ്ങയുടെ മക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. Bring their body back to life. അവരുടെ ശരീരത്തെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. He is the God who performs miracles for His children. കർത്താവ് തന്റെ ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. Secondly, what justice? രണ്ടാമതായി, എങ്ങനെയുള്ള നീതി. He makes His children laugh with joy. കർത്താവ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുവാൻ തന്റെ മക്കളെ പ്രാപ്തരാക്കുന്നു. Luke 6:21 says, ലൂക്കോസ് 6:21 പറയുന്നു, Blessed are you who weep now, ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, for you will laugh. നിങ്ങൾ ചിരിക്കും. So much sorrow might have gripped you till this ഈ moment, നിമിഷം വരെ അതികഠിനമായ ദുഃഖം നിങ്ങളെ പിടികൂടിയിരിക്കാം. but God is resurrecting you from that sorrow right എന്നാൽ now. ഇപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. The joy of the Lord is entering in. കർത്താവിന്റെ സന്തോഷം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. We have heard about the rivers of joy. നമ്മൾ ആനന്ദ നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. Experience the rivers of joy flowing into you. നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന ആനന്ദ നദി നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. As God delivers His justice speedily, ദൈവം വേഗത്തിൽ പ്രതിക്രിയ നടത്തി നിങ്ങളെ രക്ഷിക്കുമ്പോൾ you will live your life with joy from this moment. നിങ്ങൾ ഈ നിമിഷം മുതൽ സന്തോഷത്തോടെ ജീവിക്കും. As God changes everything in your family, ദൈവം കുടുംബത്തിലെ സകലതിനും മാറ്റം വരുത്തുമ്പോൾ, everything in your workplace, ജോലിസ്ഥലത്തെ സകലതിനും മാറ്റം വരുത്തുമ്പോൾ, tremendous wisdom is coming upon us അത്യധികമായ ജ്ഞാനം നിങ്ങളുടെ മേൽ വരുന്നു. to stand up and shine in the name of Jesus. എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമത്തിൽ പ്രകാശിക്കുവാൻ Receive this grace of God. ഈ ദൈവകൃപ നിങ്ങൾ പ്രാപിക്കുവിൻ. As God is turning all your sorrows into joy and laughter. ദൈവം നിങ്ങളുടെ സകല ദുഃഖത്തെയും സന്തോഷമായും ചിരിയായും മാറ്റുമ്പോൾ, Hannah in the Bible came and cried before the Lord. വേദപുസ്തകത്തിൽ ഹന്ന ദൈവസന്നിധിയിൽ വന്ന് നിലവിളിക്കുന്നു, I am barren, O God. കർത്താവേ, എനിക്ക് കുഞ്ഞുങ്ങളില്ല. Won't you give me a child അങ്ങ് എനിക്കൊരു കുഞ്ഞിനെ ദാനമായി നൽകില്ലേ? so that I can give him in service to അങ്ങനെയെങ്കിൽ you? അങ്ങയെ സേവിക്കുന്നതിന് വേണ്ടി അവനെ സമർപ്പിക്കുവാൻ എനിക്ക് കഴിയും. The Lord was moved with her prayer, കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞു. by her tears, കർത്താവ് അവളുടെ കണ്ണുനീർ കണ്ട് and മനസ്സലിഞ്ഞു. lifted her up out of that sorrow. ആ ദുഃഖത്തിൽ നിന്ന് അവളെ കരം പിടിച്ച് ഉയർത്തി. Gave her the smile of a beautiful baby boy, ശമൂവേൽ Samuel, എന്ന സൗന്ദര്യമുള്ള കുഞ്ഞിനെ ദാനമായി നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു. and brought laughter in the home of Hannah and Elkanah. ഹന്നയുടെയും എൽക്കാനയുടെയും കുടുംബത്തിൽ സന്തോഷം ജനിപ്പിച്ചു. അവർ ചിരിച്ചു. He changed the whole complexion of the family. ആ കുടുംബത്തിന്റെ അവസ്ഥയെ മുഴുവൻ ദൈവം മാറ്റി. Cry before the Lord, ദൈവത്തിന്റെ മുൻപാകെ നിലവിളിക്കുവിൻ. and your tears will turn into tears of അപ്പോൾ laughter. നിങ്ങളുടെ കണ്ണുനീർ ആനന്ദ കണ്ണുനീരാകും, ചിരിയുടെ കണ്ണുനീരായി മാറും. Thirdly, മൂന്നാമതായി, death will be swallowed from in our life, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണം അപ്രത്യക്ഷമാകും. and all the shame taken away. സകല ലജ്ജയും നിന്ദയും എടുത്തു മാറ്റപ്പെടും. Isaiah 25:8 says, യെശയ്യാവ് 25:8 പറയുന്നു, He will swallow up death forever. കർത്താവ് മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. The sovereign Lord will wipe away the tears from all faces. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. He will remove His people's disgrace കർത്താവ് തന്റെ ജനത്തിന്റെ നിന്ദയെ നീക്കിക്കളയും. from all the earth. സകല ഭൂമിയിൽ നിന്നും. I know that feelings of death and darkness might be haunting you. എനിക്കറിയാം, ഒരുപക്ഷെ മരണത്തിന്റെയും അന്ധകാരത്തിന്റെയും ചിന്തകൾ നിങ്ങളെ വേട്ടയാടുകയായിരിക്കാം. God wants to release you from it ദൈവം നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. and swallow the death in നിങ്ങളുടെ your life ജീവിതത്തിലെ മരണത്തെ അപ്രത്യക്ഷമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. so that you don't see it anymore. അങ്ങനെയെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും മരണത്തെ കാണുകയില്ല. Arise from your death
നിങ്ങളുടെ മരണത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുവിൻ. Feeling of death and darkness. മരണത്തിന്റെയും അന്ധകാരത്തിന്റെയും ചിന്തകളിൽ നിന്ന്. For the light of Christ is shining upon you. എന്തെന്നാൽ ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ ഉദിക്കുന്നു. And shine നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുവിൻ. in the light of Christ. ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ പ്രകാശിക്കുവിൻ. All the shame that you've experienced, നിങ്ങൾ അനുഭവിച്ച സകല നിന്ദകൾക്കും in പകരമായി the same place God is giving you honor. അതേ സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് മാനവും മഹത്വവും നൽകുന്നു. No more reproach. ഇനി നിങ്ങൾക്ക് നിന്ദയില്ല. That is the justice of God. അതാകുന്നു ദൈവത്തിന്റെ ന്യായത്തീർപ്പ്. He takes you high above any place നിങ്ങൾ of അനുഭവിച്ച shame. സകല സ്ഥലങ്ങളെക്കാളും അധികം ദൈവം നിങ്ങളെ ഉയർത്തുന്നു. In that same place He exalts us. അതേ സ്ഥാനത്ത് ദൈവം നമ്മെ ഉയർത്തുകയാണ്. And He honors us. ദൈവം നമ്മെ മാനിക്കുന്നു. There was a woman called Toktel Boko from Arunachal, ഡോക്ടർ ബൊക്കോ എന്ന അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു സ്ത്രീ, from Rowing. റോയിങ്ങിൽ നിന്നുള്ള സ്ത്രീ. And she said this in her life. അവർ തന്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചതായി പറഞ്ഞു. She lost a father in her childhood. അവർക്ക് ബാല്യത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടു. She grew up with that pain, ആ വേദനയോടെയാണ് അവൾ വളർന്നത്. with that rejection, with that loneliness, ഒറ്റപ്പെട്ടു എന്ന ആ ചിന്തയോടെയാണ് അവൾ വളർന്നത്. having no father to lean upon. അവൾക്ക് ആശ്രയിക്കുവാൻ ഒരു പിതാവ് ഉണ്ടായിരുന്നില്ല. And even in her 12th exam, 12ാം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോഴും to her shock, she had failed. അവൾ പരാജയപ്പെട്ടു. അത് അവൾക്ക് ഒരു ആഘാതമായി. And she was so shocked, she could not bear this failure. അവൾക്ക് ഈ പരാജയത്തിന്റെ വേദന സഹിക്കുവാൻ കഴിഞ്ഞില്ല. What am I going to do? ഇനി ഞാൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? I study hard, ഞാൻ നല്ലവണ്ണം പഠിച്ചുവല്ലോ, but I failed. എന്നാൽ ഞാൻ പരാജയപ്പെട്ടു. What will I do? Where will I go? ഞാൻ എന്ത് ചെയ്യും? ഇനി എങ്ങോട്ട് പോകും? She didn't know how to proceed with her life. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. Totally broken. അവൾ പൂർണ്ണമായി തകർന്നുപോയി. No confidence. അവൾക്ക് അല്പം പോലും ആത്മവിശ്വാസം ഇല്ലാതെയായി. At that time, someone introduced her to the Jesus Calls ministry. ആ സമയത്ത് ആരോ ഒരാൾ യേശു വിളിക്കുന്ന ശുശ്രൂഷയെ അവൾക്ക് പരിചയപ്പെടുത്തി. She wrote a letter to my grandfather, Dr. D.G.S. Dinakar. അവൾ എന്റെ വലിയപ്പച്ചൻ ഡോക്ടർ DGS ദിനകരനെ ഒരു കത്തെഴുതി. He prayed and replied with a word from അദ്ദേഹം God. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവവചനത്തോടുകൂടി ഒരു മറുപടി അവൾക്ക് നൽകി. Something touched her heart and renewed her hope. എന്തോ ഒന്ന് അവളെ സ്പർശിച്ചു. അത് അവളെ പൂർണ്ണമായി പുതുതാക്കി തീർത്തു. She enrolled as a young partner with the Jesus Calls ministry അവൾ യേശു വിളിക്കുന്ന ശുശ്രൂഷയിൽ ഒരു ബാലജന പങ്കാളിയായി ചേർന്നു. to support the ministry. ശുശ്രൂഷയെ സഹായിക്കുന്നതിനു വേണ്ടി. And immediately she saw the touch of God upon her ഉടനടി study. തന്റെ പഠനത്തിൽ ദൈവത്തിന്റെ കരസ്പർശം അനുഭവിച്ചറിയുവാൻ അവൾക്ക് She സാധിച്ചു. began studying so well again. അവൾ വീണ്ടും നല്ലവണ്ണം പഠിക്കുവാൻ തുടങ്ങി. In 2004, she passed her masters with flying color. 2004 അവൾ ഉന്നത വിജയത്തോടുകൂടി മാസ്റ്റർ ഡിഗ്രി പൂർത്തീകരിച്ചു. Got her master's degree. അവൾക്ക് മാസ്റ്റർ ഡിഗ്രി ലഭിച്ചു. And then God blessed her with 3 government jobs. അതിനുശേഷം 3 സർക്കാർ ജോലികൾ നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു. 3 options. 3 ജോലികൾ അവൾക്ക് മുൻപിൽ നിരത്തിവെച്ചു. And she chose the job in the Department of Agriculture. അവൾ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലെ ജോലി തിരഞ്ഞെടുത്തു. She sent her first salary as an offering to Jesus അവൾ Christ, തന്റെ ആദ്യത്തെ മാസശമ്പളം ഒരു സ്തോത്ര കാഴ്ചയായി യേശു വിളിക്കുന്ന ശുശ്രൂഷയിലേക്ക് അയച്ചു. thanking God. ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ട്. And today she says she's working as a scientist in that department. ഇന്ന് ആ ഡിപ്പാർട്ട്മെന്റിൽ താൻ ഒരു സയന്റിസ്റ്റായി ജോലി ചെയ്യുകയാണെന്ന് അവർ പറയുന്നു. Doing research and cultivation. കാർഷിക രംഗത്ത് അവർ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. Her parents were searching for a long time, 6 years, for a life partner. 6 വർഷമായി ആ സഹോദരിയുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഒരു പങ്കാളിയെ തിരയുകയായിരുന്നു. She wrote to Dr. Paul Dinakaran. വീണ്ടും അവർ പോൾ ദിനകരനെ ഒരു കത്തെഴുതി. And Dr. Paul prayed and wrote a letter that God will bless her. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഒരു മറുപടി അവർക്ക് നൽകി. Immediately the answer came from God. ഉടനടി ദൈവത്തിൽ നിന്ന് അവർക്ക് ഉത്തരം ലഭിച്ചു. God blessed her with a wonderful partner in a medical ഒരു doctor. ഡോക്ടറെ ജീവിത പങ്കാളിയായി നൽകി ദൈവം ആ സഹോദരിയെ അനുഗ്രഹിച്ചു. And she enrolled her family in the family blessing plan. അവർ തന്റെ കുടുംബത്തെ കുടുംബാനുഗ്രഹ പദ്ധതിയിൽ ചേർക്കുകയും ചെയ്തു. And God blessed her with a baby boy.
ദൈവം ഒരു ആൺകുഞ്ഞിനെ ദാനമായി നൽകി ആ സഹോദരിയെ അനുഗ്രഹിച്ചു. And she says he gets 3rd rank in his 5th standard studies. ആ സഹോദരിയുടെ മകനെ 5ാം ക്ലാസ്സിലെ പഠനത്തിൽ 3ാം റാങ്ക് ലഭിച്ചുവെന്ന് സഹോദരി പറയുന്നു. And God blessed her husband also to become a government medical doctor. ഒരു സർക്കാർ ഡോക്ടറായി തീരത്തക്കവണ്ണം ദൈവം അവരുടെ ഭർത്താവിനെയും അനുഗ്രഹിച്ചു. In 2010 she heard my father saying, build God's house in the National Prayer Tower in Delhi and God will build your house. ഡൽഹിയിൽ ദൈവത്തിന്റെ ഭവനമായ ദേശീയ പ്രാർത്ഥനാഗോപുരം പണിയൂ, ദൈവം നിങ്ങളുടെ ഭവനം കെട്ടിപ്പണിയുമെന്ന് 2010 എന്റെ പിതാവ് പറയുന്നത് അവർ കേട്ടു. So she gave an offering for the National Prayer Tower to be built. അതുകൊണ്ട് ദേശീയ പ്രാർത്ഥനാഗോപുരം പണിതുയർത്തുവാൻ അവർ ഒരു സ്തോത്രക്കാഴ്ച നൽകി. And amazingly, very quickly, God gave her a piece of land. അത്ഭുതകരമായി എത്രയും വേഗത്തിൽ ദൈവം അവർക്ക് കുറച്ച് സ്ഥലം നൽകി. Made them buy it and build their house in it. അത് വാങ്ങി അവിടെ ഒരു വീട് പണിയുവാൻ അവരെ പ്രാപ്തരാക്കി. Today they live in a beautiful house in that place. ഇന്ന് ആ സ്ഥലത്ത് മനോഹരമായ ഒരു വീട്ടിൽ അവർ പാർക്കുന്നു. From the day she put her tears in the hands of God. അവർ തന്റെ കണ്ണുനീർ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച ദിവസം മുതൽ God has taken away all her reproach. ദൈവം അവരുടെ നിന്ദകളെല്ലാം എടുത്തു മാറ്റി. The failure in her studies. പഠനത്തിലെ പരാജയങ്ങളും And the loss in her life. ജീവിതത്തിലെ നഷ്ടങ്ങളും. He has built her into a beautiful family. ദൈവം അവരെ നല്ലൊരു കുടുംബത്തിൽ വസിക്കുമാറാക്കി. In a wonderful house. നല്ലൊരു വീട്ടിൽ. With great increase in her career to be a scientist in the Department of Agriculture. അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സയന്റിസ്റ്റിന്റെ പദവി കരസ്ഥമാക്കി അവർ ജീവിക്കുന്നു. The blessings keep on flowing to her family members. ദൈവം അവരുടെ കുടുംബാംഗങ്ങളുടെ മേലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. When God brings justice ദൈവം നീതി നടപ്പിലാക്കുമ്പോൾ and blesses his children, തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ it overflows bountifully and abundantly. അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ സമൃദ്ധമായ രീതിയിൽ നിറഞ്ഞു കവിയുന്നു. Even our hands are unable to hold them. നമുക്ക് അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ സ്ഥലം പോരാതെ വരും. That is the God to whom you've cried to. ആ ദൈവത്തോടാണ് നിങ്ങളിപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. Will he let you down, my friend? എന്റെ സ്നേഹിതന്മാരെ, ദൈവം നിങ്ങളെ കൈവിടുമോ? Be of good courage നിങ്ങൾ ധൈര്യപ്പെടുവിൻ. and ask him. ദൈവത്തോട് യാചിക്കുവിൻ. Receive from him tonight. ഇന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവിൻ. He will give you his best. ദൈവം ഏറ്റവും ഉത്തമമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും. Fourthly, in his justice, നാലാമതായി ദൈവം നീതി നടപ്പിലാക്കുന്നതിന്റെ the ഭാഗമായി tears from a servant of God. ഒരു ദൈവദാസന്റെ കണ്ണുനീർ. It brings blessing to millions. അത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുചെല്ലുന്നു. Blessing to the city and the nation. നഗരത്തിനും രാജ്യത്തിനും അനുഗ്രഹം പകർന്നു നൽകുന്നു. God has not forgotten about you, his servant. ദൈവം തന്റെ ദാസന്മാരായ നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല. Acts 20:19. പ്രവൃത്തികൾ 20:19. I served the Lord with great humility and with tears. ഞാൻ വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ ദൈവത്തെ സേവിച്ചു. And in the midst of severe testing by the plots of my opponents I served. യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസ്തതയോടെ സേവിച്ചു. This is what the servant of God goes through. ദൈവദാസൻ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ്. Daniel in the Bible was an excellent administrator. വേദപുസ്തകത്തിലെ ദാനിയേൽ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. But the people under him were all jealous of him. എന്നാൽ ദാനിയേലിന് കീഴിലുള്ളവർക്ക് ദാനിയേലിനോട് അസൂയ തോന്നി. That even the king favored him. രാജാവ് പോലും ദാനിയേലിനോട് പ്രീതി കാണിച്ചു. Because of his tremendous wisdom. അവനുണ്ടായിരുന്ന അത്യധികമായ ജ്ഞാനം നിമിത്തം. Clean hands with no corruption. അഴിമതിയുടെ കറ പുരളാത്ത അവന്റെ കരങ്ങൾ നിർമ്മലമായിരുന്നു. They couldn't find any fault with him. അവർക്ക് ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. Everything Daniel did was perfect. ദാനിയേൽ ചെയ്ത സകലതും പൂർണ്ണതയുള്ള കാര്യങ്ങളായിരുന്നു. The only thing they found to attack അവനെ ആക്രമിക്കുവാൻ അവർ ഒരു കാര്യം മാത്രമാണ് കണ്ടുപിടിച്ചത്. was that Daniel prayed to ദാനിയേൽ God. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നതായിരുന്നു അവർ ദാനിയേലിനെതിരെ കണ്ടുപിടിച്ച കാര്യം. And they said, let us bring him down because of this. ഒരൊറ്റ കാരണം കാണിച്ചുകൊണ്ട് നമുക്ക് ദാനിയേലിനെ താഴെ ഇറക്കാം. Secretly went to the king and made him declare an order, അവർ രഹസ്യമായി രാജാവിനെ സമീപിച്ച് രാജാവിനെ കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. saying everybody in the land should only worship and fall before the king himself. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ദേശത്തിലെ എല്ലാവരും രാജാവിനെ മാത്രം നമസ്കരിക്കണം, രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കണം, and not worship anything else. മറ്റൊന്നിനെയും അവർ ആരാധിക്കരുത്. But Daniel still stood firm in praying to God 3 times a day. എന്നാൽ അപ്പോഴും ദിവസം 3 പ്രാവശ്യം
ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. These jealous people pulled him and threw him into the lion's den as per the order. അക്കാരണത്താൽ ഈ അസൂയാലുക്കളായ മനുഷ്യർ ദാനിയേലിനെ പിടികൂടി സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. Because he refused to not worship his God. കാരണം അവൻ തന്റെ ദൈവത്തെ ആരാധിക്കുന്നത് നിർത്തിയില്ല, അത് തള്ളിക്കളഞ്ഞില്ല. As the king himself came, loving Daniel, asking him in the lion's den in the morning. പിറ്റേന്ന് രാവിലെ ദാനിയേലിനെ സ്നേഹിച്ചിരുന്ന ദൈവം സിംഹഗുഹയുടെ അരികെ ചെന്ന് ദാനിയേലിനോട് സംസാരിക്കുന്നു. Daniel, are you okay? ദാനിയേലേ, നീ സുഖമായിരിക്കുന്നുവോ? Has your God saved you? നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചുവോ? There came a voice from the lion's den. അപ്പോൾ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു വന്നു. My king, I am well. എന്റെ രാജാവേ, ഞാൻ സുഖമായിരിക്കുന്നു. My God has saved me. എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. He has shut the mouth of this lions through his angel. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായെ അടച്ചു കളഞ്ഞു. Because I have done right by him. രാജാവേ, ഞാൻ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവനാണ്. And right by you, my king. അങ്ങയുടെ സന്നിധിയിലും ഞാൻ ദോഷമൊന്നും ചെയ്തിട്ടില്ല. I have not done any wrong. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. What a testimony. എത്ര വലിയ സാക്ഷ്യമാണിത്. God honored that ദൈവം അതിനെ മാനിച്ചു. and brought justice to his servant ദൈവം തന്റെ ദാസനെ നീതി നടപ്പാക്കി കൊടുത്തു. and honored him above all. സകല മനുഷ്യരെക്കാളും അധികം തന്റെ ദാസനെ മാനിച്ചു. The king threw those who put that order in the first place in that same lion's den. രാജാവിന്റെ കൽപ്പനയാൽ ദാനിയേലിനെ കുറ്റം ചുമത്തിയിരുന്നവരെ രാജാവ് അതേ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. And the lions tore them apart. സിംഹങ്ങൾ അവരെ പിടിച്ച് ചീന്തിക്കളഞ്ഞു. Don't worry about the plots of your opponents. നിങ്ങളുടെ ശത്രുക്കളുടെ കെണികളെക്കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. Those planning to bring you നിങ്ങളെ down. തകർത്ത് കളയുവാൻ പദ്ധതി ആവിഷ്കരിക്കുന്നവരെ കുറിച്ചോർത്ത്, Those hurting you. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചോർത്ത്, For the sake of the name of Jesus that is upon you. നിങ്ങളുടെ മേലുള്ള യേശുവിന്റെ നാമം നിമിത്തം You are not alone. നിങ്ങൾ ഏകരല്ല. The Lion of Judah roars for you. യൂദരാജസിംഹം നിങ്ങൾക്ക് വേണ്ടി ഗർജിക്കുന്നു. No lion in this world can devour you or touch you. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഒരു സിംഹങ്ങൾക്കും നിങ്ങളെ വിഴുങ്ങുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല. His name is above all names. യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാകുന്നു. Continue carrying that name in integrity. തുടർന്ന് നിങ്ങൾ ആ നാമവും സത്യസന്ധതയും വഹിക്കുവിൻ. And his honor will come upon you, അപ്പോൾ ദൈവത്തിന്റെ മാനവും മഹത്വവും നിങ്ങളുടെ മേൽ വരും. lifting you up from all your sorrow. അത് സകല ദുഃഖത്തിൽ നിന്നും നിങ്ങളെ കരം പിടിച്ച് ഉയർത്തും. This is the story of my grandparents and my parents. ഇത് എന്റെ മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും കഥയാണ്. They have gone through terrible അവർ sicknesses. ഭയാനകമായ രോഗങ്ങളിലൂടെ കടന്നുപോയി. My grandfather in his eyes, in his teeth, in his heart and lungs and liver. എന്റെ വലിയപ്പച്ചന്റെ കണ്ണുകളിലും ലിവറിലും അതുപോലെ തന്നെ ഹാർട്ടിലും രോഗങ്ങളുണ്ടായി. Almost every part of his body, his hands, his feet, അദ്ദേഹത്തിന്റെ കൈകാലുകളും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും രോഗബാധിതമായി. have suffered with sickness unto death. അദ്ദേഹം മരണകരമായ രോഗങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടു. My father has gone through various false accusations and criticisms and obstacles and blocks. എന്റെ പിതാവ് നിരവധി തെറ്റായ കുറ്റാരോപണങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നു. He has faced it all, അദ്ദേഹം അതെല്ലാം അഭിമുഖീകരിച്ചു. trying to bring him down. അദ്ദേഹത്തെ തകർത്ത് കളയുവാൻ അവർ ശ്രമിച്ചു. So much discouragement from all around തന്റെ him. ചുറ്റിലും നിന്നും അദ്ദേഹത്തിന് നിരവധി നിരാശ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായി. So many people trying to bring us down. നിരവധി ആളുകൾ ഞങ്ങളെ തകർത്ത് കളയുവാൻ ശ്രമിച്ചു. They have gone through the death of their dear daughter Angel. അവരുടെ പ്രിയപ്പെട്ട മകൾ ഏഞ്ചൽ മരിച്ചു. ആ അനുഭവത്തിലൂടെയും അവർ കടന്നു പോകേണ്ടി വന്നു. My father's sister, എന്റെ പിതാവിന്റെ സഹോദരിയുടെ മരണത്തിലൂടെ, whom my grandfather loved so much and kissed her every day. എന്റെ വലിയപ്പച്ചൻ ഏഞ്ചലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, എന്നും ഉമ്മ വയ്ക്കുമായിരുന്നു. But in the accident of a car, she fell into that same lap of my grandfather. എന്നാൽ ആ കാറപകടത്തിൽ എന്റെ വലിയപ്പച്ചന്റെ മടിയിൽ കിടന്ന് തന്നെ ഏഞ്ചൽ മരിച്ചു. Dropping dead. ആ മടിയിൽ കിടന്ന് ഏഞ്ചൽ മരിച്ചു. Though he tried to wake her up saying, Angel, get ഏഞ്ചൽ up. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ ഉണർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും, Get up, Angel. ഏഞ്ചൽ എഴുന്നേൽക്കൂ. There was no response from her. എന്നാൽ ഏഞ്ചലിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ല. Gone through the valley of tears അദ്ദേഹം കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നുപോയി. and
through it all, എന്നാൽ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും God has been faithful to stand with them ദൈവം അവരോടൊപ്പം ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായിരുന്നു. and say, I am also crying with you, my children. ദൈവം പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളോടൊപ്പം കരയുകയാണ്. But this is the way. എന്നാൽ ഇതാകുന്നു വഴി. Because you've stood firm in this way for my sake, കാരണം നിങ്ങൾ എന്റെ നാമനിമിത്തം ഈ വഴിയിൽ ഉറച്ചു നിന്നതിനാൽ I will use you ഞാൻ നിങ്ങളെ ഉപയോഗിക്കും. to bring my love to all people. എന്റെ സ്നേഹം സകല ജനങ്ങളിലേക്കും പകർന്നു I നൽകും. will be close to your prayer. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയോട് അടുത്തു നിൽക്കും. My presence shall go before you, എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുൻപാകെ പോകും. and I will work through you. ഞാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കും. Today, God has built the Karunya University into a A++ graded university in the nation. ഇന്ന് ഈ രാജ്യത്ത് കാരുണ്യ സർവകലാശാലയെ ദൈവം A++ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരു സർവകലാശാലയാക്കി ഉയർത്തിയിരിക്കുന്നു. And the students that go out shining in all parts of the world. കാരുണ്യയിലെ വിദ്യാർത്ഥികൾ കാരുണ്യയിൽ നിന്ന് പുറപ്പെട്ടു പോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകാശിക്കുന്നു. In great position. ഉന്നതമായ പദവികളിൽ. Today, healing goes out from the prayer. ഇന്ന് പ്രാർത്ഥനയിൽ നിന്ന് രോഗസൗഖ്യം പുറപ്പെട്ടു പോകുന്നു. Heals the people. അത് നിരവധി ജനങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. Miracles happen. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. And people are comforted. ജനങ്ങൾ ആശ്വാസം പ്രാപിക്കുന്നു. Their lives are transformed. ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു. God has been faithful to stand with them and use them. ദൈവം അവരോടൊപ്പം നിന്ന് അവരെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായിരുന്നു. The sufferings of a servant of God ഒരു ദൈവദാസന്റെ കഷ്ടപ്പാടുകൾ bring blessings to millions. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുചെല്ലുന്നു. Bring blessings to the cities and the nations of the world. ലോകത്തിലെ നഗരങ്ങൾക്കും രാജ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾ കൊണ്ടുചെല്ലുന്നു. Your crying is not in vain. നിങ്ങളുടെ കരച്ചിൽ വെറുതെയാകില്ല. God brings justice to the tears of a servant of God. ദൈവം ഒരു ദൈവദാസന്റെ കണ്ണുനീരിന് തക്കവണ്ണം ന്യായം പ്രവർത്തിക്കുന്നു. And he brings blessings to the masses. ദൈവം ജനക്കൂട്ടത്തിന് അതിലൂടെ അനുഗ്രഹങ്ങൾ നൽകുന്നു. He brings his plan into the world through it. ദൈവം അതിലൂടെ ലോകത്തിന് തന്റെ പദ്ധതികൾ നൽകുന്നു. And he glorifies his name through you. ദൈവം നിങ്ങളിലൂടെ തന്റെ നാമം മഹത്വപ്പെടുത്തുന്നു. God is honored through the deliverance he brings. ദൈവം താൻ നൽകുന്ന വിടുതൽ മുഖാന്തരം മഹത്വപ്പെടുന്നു. So let not your heart be discouraged. ആകയാൽ നിങ്ങളുടെ ഹൃദയം നിരാശപ്പെടരുത്. Psalm 126:6 says, സങ്കീർത്തനം 126:6 പറയുന്നു, He who goes to and fro weeping, കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നവൻ, carrying his bag of seeds, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നവൻ, sowing in weeping, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ, shall indeed come again with a shout of joy, അവൻ തീർച്ചയായും ആർപ്പോടെ കൊയ്തെടുക്കും. bringing sheaves of harvest and blessing with him. അവൻ കറ്റ ചുമന്നുകൊണ്ടുവരും, തന്നോടൊപ്പം അനുഗ്രഹങ്ങളും അവൻ കൊണ്ടുവരും. Sheaves of God's reward with him. ദൈവത്തിന്റെ പ്രതിഫലമെന്ന കറ്റ അവൻ കൊണ്ടുവരും. That is the justice God is going to bring in your ദൈവം life. നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ പോകുന്ന നീതി അതാണ്. You have sown in tears. നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചിരിക്കുന്നു. Surely you will reap with God's reward in joy. തീർച്ചയായും നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന്റെ പ്രതിഫലം കൊയ്തെടുക്കും. So today receive this justice from God, my friend. ആകയാൽ ഇന്ന് സ്നേഹിതന്മാരെ, ദൈവത്തിൽ നിന്ന് ഈ നീതി നിങ്ങൾ പ്രാപിക്കുവിൻ. And as God wipes away the tears from your eye, ദൈവം നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുമ്പോൾ dedicate your life to wipe away the tears from your fellow man. നിങ്ങളുടെ സഹജീവികളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നതിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവിൻ. Have that same heart of love which God shows for you to someone who's crying near you. ദൈവം നിങ്ങളോട് കാണിച്ച സ്നേഹനിർഭരമായ അതേ ഹൃദയം, അതേ സ്നേഹം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരാളോട് കാണിക്കൂ. Do not pass them by. നിങ്ങൾ അവരെ കണ്ടും കാണാതെ പോകരുത്. Help them അവരെ സഹായിക്കുവിൻ. with all your resources. നിങ്ങളുടെ പക്കലുള്ള എല്ലാ വിഭവങ്ങളും കൊണ്ട് Do something for them with all the skill God has given you. ദൈവം നിങ്ങൾക്ക് നൽകിയ കഴിവുകൾ ഉപയോഗിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. Pray and bring deliverance with the anointing God has given you. ദൈവം നിങ്ങൾക്ക് നൽകിയ അഭിഷേകത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്
അവർക്ക് വിടുതൽ നൽകുവിൻ. Testify what the Lord has done into your life and give them the strength to rise ദൈവം up. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് എഴുന്നേൽക്കുവാനുള്ള ശക്തി അവർക്ക് പകരുവിൻ. That is why God wipes away your tears, അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നത്. so that you can go and wipe the tears of those near അതുകൊണ്ട് you. നിങ്ങൾക്ക് പുറപ്പെട്ടു പോയി നിങ്ങളുടെ അരികിലുള്ളവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ കഴിയും. With the laughter and joy God puts in your heart. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ സന്തോഷത്തോടും ചിരിയോടും കൂടി Go and proclaim what God did for you. നിങ്ങൾ പുറപ്പെട്ടു പോയി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം പ്രസ്താവിക്കുവിൻ. And people around you will live also. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ജനങ്ങളും അതിലൂടെ ജീവിക്കും. God will give you the power to do it ദൈവം അപ്രകാരം ചെയ്യുവാൻ നിങ്ങൾക്ക് ശക്തി നൽകും. and be a blessing. ഒരു അനുഗ്രഹമായി തീരുവിൻ. So right now, my friends, ആകയാൽ ഇപ്പോൾ സ്നേഹിതന്മാരെ, are you ready for God to wipe away your tears? ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നതിനെ നിങ്ങൾ തയ്യാറാണോ? God is here with all his love. ദൈവം തന്റെ സർവ്വസ്നേഹത്തോടും കൂടി ഇവിടെയുണ്ട്. Shall we welcome him? നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്വാഗതം ചെയ്യാം. Shall we rise up wherever we are? നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. God is moving in this place. ദൈവം ഈ സ്ഥലത്ത് സഞ്ചരിക്കുന്നു. Just receive Jesus. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ. Yeshua, मेरे जीवन में यीशु आया है, मेरे दुख उठाने यीशु आया है, मुझे चैन देने यीशु आया है, मुझे खुशी देने वेलकम है, यीशु आया है, यीशु आया है, यीशु आया है, यीशु आया है, यीशु तू यहाँ है, यीशु तू यहाँ है, ओ यीशु तू यहाँ है, यीशु तू यहाँ है, God is here. ദൈവം ഇവിടെയുണ്ട്. He is ready to do his miracle. ദൈവം അത്ഭുതം ചെയ്യുവാൻ Are തയ്യാറായിരിക്കുന്നു. you ready നിങ്ങൾ തയ്യാറാണോ? to believe? വിശ്വസിക്കുന്നതിനെ Stretch forth your arms to Jesus. നിങ്ങളുടെ കരങ്ങൾ യേശുവിന്റെ നേരെ നീട്ടുവിൻ. He is moving, visiting every യേശു person, എല്ലാവരുടെയും അരികിലേക്ക് വരുന്നു. coming into your heart, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. getting ready to touch you. നിങ്ങളെ തൊടുവാൻ തയ്യാറായിക്കൊണ്ട് Receive Jesus. യേശുവിനെ സ്വീകരിക്കുവിൻ. Receive the sweet, loving touch of Jesus. യേശുവിന്റെ സ്നേഹ നിർഭരമായ കരസ്പർശം സ്വീകരിക്കുവിൻ. Touch and heal them, Lord. കർത്താവേ, അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. Set them free. അവരെ വിടുവിക്കണമേ. Jesus is here, my friend. സ്നേഹിതന്മാരെ, യേശു ഇവിടെയുണ്ട്. Yes, open your eyes and see him. അതെ, നിങ്ങൾ കണ്ണു തുറന്ന് യേശുവിനെ കാണുവിൻ. See him. യേശുവിനെ കാണുവിൻ. His beautiful face യേശുവിന്റെ മനോഹരമായ മുഖം smiling upon you. നിങ്ങളോട് പുഞ്ചിരിക്കുന്നു. His light shining upon യേശുവിന്റെ you. വെളിച്ചം നിങ്ങളുടെ മേൽ ഉദിക്കുന്നു. Jesus, യേശുവേ, we welcome you, Lord. ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. Shout unto him, my friend. യേശുവിന് വേണ്ടി ആർപ്പിടുവിൻ. This is the moment of your ഇത് deliverance. നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. Do not keep quiet. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. Cry to Jesus. യേശുവിനോട് നിലവിളിക്കുവിൻ. Welcome him. യേശുവിനെ സ്വാഗതം ചെയ്യുവിൻ. Welcome his love. യേശുവിന്റെ സ്നേഹത്തെ സ്വാഗതം ചെയ്യുവിൻ. It's entering into every ആ സ്നേഹം heart. എല്ലാ ഹൃദയങ്ങളിലേക്കും പ്രവേശിക്കുന്നു. Every heart. എല്ലാ ഹൃദയങ്ങളിലേക്കും Uncontainable അടക്കി love. വെക്കാനാവാത്ത സ്നേഹം പ്രവഹിക്കുന്നു. Immeasurable
immeasurable joy. അളവില്ലാത്ത ആനന്ദം പ്രവേശിക്കുന്നു. Peace like a river. നദി പോലെ സമാധാനവും. Enough of the days of weeping and desperation. കരച്ചിലിന്റെയും നിരാശയുടെയും ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു. Rejoice. സന്തോഷിപ്പിൻ. God is in your midst. ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. Jesus is in your midst. യേശു നിങ്ങളുടെ ഇടയിലുണ്ട്. Jesus is in your heart. യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. Praise Him. യേശുവിനെ സ്തുതിക്കുവിൻ. Praise Him. യേശുവിനെ സ്തുതിക്കുവിൻ. He is to be honored. യേശു മഹത്വത്തിന് യോഗ്യനാണ്. He is to be praised. യേശു സ്തുതികൾക്ക് യോഗ്യനാണ്. He will rule over you യേശു നിങ്ങളെ ഭരിക്കും. with all goodness and mercy. സകല നന്മയും കരുണയും നൽകിക്കൊണ്ട് His blessings are falling upon you. യേശുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്നു. Receive His blessing. യേശുവിന്റെ അനുഗ്രഹം പ്രാപിക്കുവിൻ. Receive His reward. യേശുവിന്റെ പ്രതിഫലം പ്രാപിക്കുവിൻ. Receive the justice of God. ദൈവത്തിന്റെ നീതി പ്രാപിക്കുവിൻ. It's coming upon you speedily അതിപ്പോൾ വേഗത്തിൽ നിങ്ങളുടെ മേൽ വരുന്നു. with tears of joy. ആനന്ദ കണ്ണുനീരോട് കൂടി Jesus is blessing you. യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Blessing you. യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Blessing you. യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Be blessed. നിങ്ങൾ അനുഗ്രഹീതരാകുവിൻ. Be blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവിൻ. Rise up. എഴുന്നേൽക്കുവിൻ. From now, laughter is coming upon you. ഇപ്പോൾ ചിരി നിങ്ങളുടെ മേൽ വരുന്നു. Laughter is coming into your family. ചിരി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു. All the days will be turned into days of laughter and joy. സകല ദിവസങ്ങളും ചിരിയുടെ ദിവസങ്ങളായി മാറും. Laugh under the joy of God. ദൈവത്തിന്റെ സന്തോഷത്തോടെ ചിരിക്കുവിൻ. Jesus, Jesus, Jesus. യേശുവേ, യേശുവേ. He's flowing into you. യേശു നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. The Holy Spirit, the Spirit of God, ദൈവത്തിന്റെ ആത്മാവ് is filling you, നിങ്ങളെ നിറയ്ക്കുന്നു. becoming a friend with you. നിങ്ങളുടെ ഒരു സ്നേഹിതനായി തീർന്നുകൊണ്ട് Receive Him. ആത്മാവിനെ സ്വീകരിക്കുവിൻ. Receive Jesus. യേശുവിനെ സ്വീകരിക്കുവിൻ. Receive His Spirit. യേശുവിന്റെ നിറവ് പ്രാപിക്കുവിൻ. യേശു തുയ ഹേ, യേശു തുയ ഹേ, ഓ യേശു തുയ ഹേ, യേശു തുയ ഹേ. Now that you've received Jesus, ഇപ്പോൾ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നു. every demonic power is not able to stand the presence of God. ദുരാത്മാക്കൾക്കൊന്നും ദൈവസന്നിധിയിൽ നിൽക്കാനാവില്ല. It is leaving. ദുരാത്മാക്കൾ വിട്ടുപോകുന്നു. Leaving. വിട്ടുപോകുന്നു. Yes, get rid of every demonic power, Lord. അതെ, സകല ദുരാത്മാക്കളിൽ നിന്നും അവർക്ക് വിടുതൽ നൽകണമേ. Every evil habit, സകല ദുശീലങ്ങളിൽ നിന്നും, every evil character, സകല ദുസ്വഭാവങ്ങളിൽ നിന്നും, every evil nature, സകല ദുഷ്പ്രവണതകളിൽ നിന്നും disappear from the roots in യേശുവിന്റെ Jesus' നാമത്തിൽ name. അവയുടെ വേരുകൾ പോലും അപ്രത്യക്ഷമാകട്ടെ. Pull it out of your children, Lord. അങ്ങയുടെ മക്കളിൽ നിന്ന് അങ്ങ് അത് വലിച്ചെടുക്കണമേ. All the anger, സകല കോപവും, all the frustration, സകല നിരാശയും, all the drinking habit, സകല മദ്യപാനശീലവും, every drugs സകല ലഹരി വസ്തുക്കളും, and addiction സകല ദുശീലങ്ങളും, and the damage it has caused, അത് നിമിത്തമുണ്ടായ സകല കേടുപാടുകളും heal them and deliver them, Lord. കർത്താവേ, അവർക്ക് അങ്ങ് സൗഖ്യം നൽകി അവരെ വിടുവിക്കണമേ. Heal them from every jealousness. സകല അസൂയയിൽ നിന്നും അവർക്ക് അങ്ങ് വിടുതൽ നൽകണമേ. Take away every bad nature. സകല ദുസ്വഭാവങ്ങളും എടുത്തു മാറ്റണം. Transform them into your image, Lord. അവരെ അങ്ങയുടെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്തണം. Every witchcraft power is broken in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സകല ആഭിചാര ശക്തികളും തകർന്നു പോകുന്നു. God has released you from it. Praise Him. ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവിൻ. You will only be under the light of Christ. നിങ്ങൾ ഇനി ക്രിസ്തുവിന്റെ വെളിച്ചത്തിൻ കീഴിലായിരിക്കും. You will prosper from today. നിങ്ങൾ ഇന്നു മുതൽ സമൃദ്ധി പ്രാപിക്കും. It's enough that the demon powers have kept you down. ദുരാത്മാക്കൾ നിങ്ങളെ വേണ്ടത്ര ഉപദ്രവിച്ചിരിക്കുന്നു. As you surrender to Jesus, my young friend, യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളെ തന്നെ യേശുവിന് സമർപ്പിക്കുമ്പോൾ He fills you and lifts you up. യേശു നിങ്ങളെ നിറയ്ക്കുന്നു, ഉയർത്തുന്നു. Jesus honors you from today. ഇന്നു മുതൽ യേശു നിങ്ങളെ മാനിക്കുന്നു. Give your heart to Him ഹൃദയം യേശുവിന് നൽകുവിൻ. and be filled with the power of God.
ദൈവശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുക. God is raising you to serve Him. ദൈവത്തെ സേവിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ ഉയർത്തുന്നു. Pray for the people. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Deliver them from their oppression. പീഡനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവിൻ. Deliver them from the demonic power. ദുരാത്മാക്കളിൽ നിന്ന് നിങ്ങൾ അവരെ വിടുവിക്കുവിൻ. And bring the miracle working power of ദൈവത്തിന്റെ God. അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി അവരിലേക്ക് കൊണ്ടുചെല്ലുവിൻ. For this, ഇതിനു വേണ്ടി God is releasing you first. ആദ്യം ദൈവം നിങ്ങളെ വിടുവിക്കുന്നു. Now the miracles of God are falling. ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് വരുന്നു. Just walk in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നടക്കുവിൻ. Come out of your wheelchair. വീൽ ചെയറിൽ നിന്ന് പുറത്തു വരുവിൻ. Come out of your weakness. ബലഹീനതയിൽ നിന്ന് പുറത്തു വരുവിൻ. Rise up with the strength of God. ദൈവശക്തിയോടെ എഴുന്നേൽക്കുവിൻ. You promise to deliver your children, മക്കളെ Lord. വിടുവിക്കാമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. You promise your miracles as ന്യായതീർപ്പിന്റെ justice. ഭാഗമായി അത്ഭുതങ്ങൾ ചെയ്യാമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. Heal the boils. കർത്താവേ, ബോയലുകൾക്ക് സൗഖ്യം Heal നൽകണമേ. the tumor. ട്യൂമറുകൾക്ക് സൗഖ്യം നൽകണമേ. Heal the cancer, Lord. ക്യാൻസർ രോഗത്തിന് സൗഖ്യം നൽകണമേ. Heal it, let it never ആ come രോഗങ്ങൾക്ക് back. സൗഖ്യം നൽകണമേ. ഇനി ഒരിക്കലും രോഗങ്ങൾ ഉണ്ടാകരുത്. Heal their kidneys, Lord. അവരുടെ വൃക്കകൾക്ക് സൗഖ്യം നൽകണമേ. Revive it by your mighty അങ്ങയുടെ ശക്തിയാൽ power. വൃക്കകളെ പുനർജീവിപ്പിക്കണമേ. At this very moment, let it start to function ഈ normally. നിമിഷം തന്നെ വൃക്കകൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങട്ടെ. Healing power of Christ is moving into your body. ക്രിസ്തുവിന്റെ സൗഖ്യദായക ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. Let the blind see. കുരുടന്മാർ കാഴ്ച പ്രാപിക്കട്ടെ. Give them back their eyesight, O God. അവർക്ക് കാഴ്ചശക്തി തിരികെ ലഭിക്കട്ടെ. God's hand is coming upon your eye ദൈവത്തിന്റെ കരം നിങ്ങളുടെ കണ്ണിന്മേൽ വരുന്നു. and touching you with love. സ്നേഹത്തോടെ ദൈവം നിങ്ങളെ സ്പർശിക്കുന്നു. Love. സ്നേഹത്തോടെ Be healed through the love of Jesus. യേശുവിന്റെ സ്നേഹത്താൽ സൗഖ്യം പ്രാപിക്കുവിൻ. God is touching your brain and bringing back its function in ദൈവം നിങ്ങളുടെ Jesus' name. തലച്ചോറിനെ സ്പർശിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വീണ്ടും അതിനെ Lord, പ്രവർത്തിപ്പിക്കുന്നു. let their mind develop and their brain function grow. കർത്താവേ, അവരുടെ മനസ്സ് വികാസം പ്രാപിക്കട്ടെ. തലച്ചോർ പ്രവർത്തിക്കുവാൻ തുടങ്ങട്ടെ. Set right those children, ആ Lord. കുഞ്ഞുങ്ങളെ അങ്ങ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണമേ. Kiss them, Lord. അവരെ ഉമ്മ വയ്ക്കണമേ. Care for them, Lord. അവരെ പരിപാലിക്കണമേ. Bless them, Master. യജമാനനെ അവരെ അനുഗ്രഹിക്കണമേ. Where will we go? കർത്താവേ, ഞങ്ങൾ എങ്ങോട്ട് പോകും? Tonight, our hope, our faith, Jesus is here. ഇന്ന് ഞങ്ങളുടെ പ്രത്യാശയായ, ഞങ്ങളുടെ വിശ്വാസമായ യേശു ഇവിടെയുണ്ട്. He's setting us free, യേശു ഞങ്ങളെ വിടുവിക്കുന്നു. moving into everybody, യേശു എല്ലാ ശരീരങ്ങളിലേക്കും പ്രവേശിക്കുന്നു. touching the heart to function ഹൃദയം normally, സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് യേശു ഹൃദയത്തെ സ്പർശിക്കുന്നു. giving you rest in your body, organs യേശു functioning, നിങ്ങളുടെ ശരീരത്തിലും അവയവങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങൾക്ക് സ്വസ്ഥത in your നൽകുന്നു. sugar levels, നിങ്ങളുടെ ഷുഗർ ലെവലിലും blood levels, ബ്ലഡ് ലെവലിലും pressure level. പ്രഷർ ലെവലിലും Heal, Lord. കർത്താവെ, സൗഖ്യം പകരണമേ. Lord, കർത്താവെ, you are with those in the hospital. അങ്ങ് ആശുപത്രിയിലായിരിക്കുന്നവരുടെ കൂടെയുണ്ട്. Your children are praying here. അങ്ങയുടെ മക്കൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. Let them receive a phone call that they have risen up from their hospital ആശുപത്രി bed. കിടക്കയിലായിരിക്കുന്നവർ എഴുന്നേറ്റിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഫോൺ കോളുകൾ അങ്ങയുടെ മക്കൾക്ക് ലഭിക്കട്ടെ. Just lift them up, O God. കർത്താവെ, അവരെ കരം പിടിച്ച് ഉയർത്തണം. Raise them from their death. മരണത്തിൽ നിന്ന് അവരെ ഉയർപ്പിക്കണമേ. Let there be resurrection in the name of യേശുവിന്റെ Jesus. നാമത്തിൽ അവരുടെ ജീവിതത്തിൽ പുനരുദ്ധാനം ഉണ്ടാകട്ടെ. Receive His power, my friend, സ്നേഹിതന്മാരെ, ദൈവശക്തി പ്രാപിക്കുമേ. upon your നിങ്ങളുടെ finances. സാമ്പത്തിക സ്ഥിതിക്കുമേ. He's resurrecting it so that you will honor Him through your കർത്താവ് life. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പുനരുദ്ധരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലൂടെ നിങ്ങൾ ദൈവത്തെ മാനിക്കും. As you dedicate yourself to be a man of integrity, സത്യസന്ധതയുള്ള മനുഷ്യനായി തീരുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ God is blessing your finances. ദൈവം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അനുഗ്രഹിക്കുന്നു. He's prospering you. ദൈവം നിങ്ങളെ സമൃദ്ധീകരിക്കുന്നു. He says, I will take care of your home. ദൈവം പറയുന്നു, നിങ്ങളുടെ ഭവനത്തെ ഞാൻ പരിപാലിക്കും. In that same place, command a peace, കർത്താവേ, Lord. അതേ സ്ഥാനത്ത് അങ്ങ് സമാധാനം കൽപ്പിക്കണമേ. Let the husbands fall at the feet of their wives with love and ask for forgiveness. ഭർത്താക്കന്മാർ സ്നേഹത്തോടെ ഭാര്യയുടെ കാലിൽ വീണ് അവളോട് ക്ഷമ യാചിക്കട്ടെ. Let the wives say, I will love you forever. ഭാര്യമാർ എന്നേക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറയട്ടെ. Let the children throw themselves in the hands of their നിങ്ങൾ parents തങ്ങളെ തന്നെ മാതാപിതാക്കളുടെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ.
and say, thank you, my father, my അവൻ എന്റെ mother. പിതാവേ നന്ദി, എന്റെ മാതാവേ നന്ദി എന്ന് പറയട്ടെ. Thank you for a divine love is കർത്താവേ, coming. ഒരു സ്വർഗീയ സ്നേഹം ഞങ്ങളിലേക്ക് വരുന്നതിന് നന്ദി. Prosper those who have made this decision, ഈ Lord. തീരുമാനം എടുത്തവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. Elevate them and establish them as a family to serve you. അങ്ങയെ സേവിക്കത്തക്കവണ്ണം കുടുംബമായി അവരെ ഉയർത്തേണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ. Full of power in their professional അവരുടെ realm. ഔദ്യോഗിക മണ്ഡലത്തിൽ അവർക്ക് പൂർണ്ണ ശക്തിയും അധികാരവും ഉണ്ടാകട്ടെ. God is lifting you to the heights, giving you a wonderful job. ദൈവം നല്ലൊരു ജോലി നൽകി നിങ്ങളെ ഉയർത്തുന്നു. Praise Him. ദൈവത്തെ സ്തുതിക്കുവിൻ. The grace of God is coming upon you like Daniel and Joseph. ദാനിയേലിന്റെയും യോസേഫിന്റെയും മേൽ വന്നതുപോലെ ദൈവകൃപ നിങ്ങളുടെ മേൽ വരുന്നു. Arise and be excellent. എഴുന്നേറ്റ് പ്രകാശിക്കുവിൻ, ശ്രേഷ്ഠരാകുവിൻ. Excellent. ശ്രേഷ്ഠരായി തീരുവിൻ. Excellent in their studies. അവർ പഠനത്തിൽ ശോഭിക്കട്ടെ. Excellent in their work. ജോലിയിൽ ശ്രേഷ്ഠമായി പ്രകാശിക്കട്ടെ. Excellent in their government realm. അവർ സർക്കാർ തലങ്ങളിൽ ശ്രേഷ്ഠമായി പ്രകാശിക്കട്ടെ. Give them a government job. അവർക്ക് നല്ലൊരു സർക്കാർ ജോലി നൽകണമേ. Raise them also in positions of power. അധികാര സ്ഥാനങ്ങളിലേക്കും അവരെ അങ്ങ് ഉയർത്തണമേ. To be a blessing to Arunachal. അരുണാചലിനെ ഒരു അനുഗ്രഹമായി തീരുന്നതിനെ Thank you for your grace is coming upon them to those who have prayed this prayer. ഈ പ്രാർത്ഥന അർപ്പിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപ വന്നിറങ്ങുന്നതിന് നന്ദി. You will surely shine under the grace of God. നിങ്ങൾ ദൈവകൃപയ്ക്കു കീഴിൽ തീർച്ചയായും പ്രകാശിക്കും. God is turning away every shame into honor. ദൈവം സകല നിന്ദകളെയും മാനവും മഹത്വവുമാക്കി മാറ്റുന്നു. And now God is interested to build you into അപ്പോൾ family. ദൈവം നിങ്ങളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നതിനുള്ള താല്പര്യം എടുക്കുന്നു. Beautifully He is bringing you with the right ദൈവം person അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. into a powerful and joyous married നിങ്ങൾ life. സന്തോഷ നിർഭരമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. Take care of your children, കർത്താവേ, അങ്ങയുടെ Lord. മക്കളെ അങ്ങ് പരിപാലിക്കണമേ, അവർക്കായി കരുതണമേ. Love them and unite them. അങ്ങ് അവരെ സ്നേഹിക്കണമേ, ഒരുമിപ്പിക്കണമേ. Bless their belly. അവരുടെ ഉദരങ്ങളെ അനുഗ്രഹിക്കണമേ. Let them produce a beautiful offspring for the അവർ Lord. ദൈവത്തിനു വേണ്ടി സൗന്ദര്യമുള്ള സന്തതികൾക്ക് ജന്മം നൽകട്ടെ. Full of the glory of God. ദൈവത്തിന്റെ മഹത്വത്താൽ നിറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് Let your glory fill their wombs right now. അങ്ങയുടെ മഹത്വം ഇപ്പോൾ അവരുടെ ഗർഭാശയങ്ങളെ നിറയ്ക്കട്ടെ. Create a beautiful അങ്ങ് child. സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കണമേ. As we give that child like Anna to serve അങ്ങയെ you. പോലെ അങ്ങയെ സേവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ കുഞ്ഞിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നതിനാൽ Honor your children, Lord. കർത്താവേ, അങ്ങയുടെ മക്കളെ മാനിക്കണമേ. They have been waiting for you. അവർ അങ്ങേക്കായി കാത്തിരിക്കുകയാണ്. Thank you for giving them your best, O God. അവർക്ക് ഏറ്റവും ഉത്തമമായ അനുഗ്രഹം നൽകുന്നതിന് നന്ദി. Thank you for loving us, Lord. ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി. Thank you for loving us, Master. യജമാനനെ, ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി. യേശു तू यहाँ है, യേശു तू यहाँ है, യേശു तू यहाँ है, യേശു तू. Shall we invite him? Say, Lord, come with me to my house. യേശു आया है, യേശു आया है. Oh, lift up your hands. യേശു आया है, യേശു आया है. One more time. Welcome Jesus. യേശു आया है, യേശു आया है. Oh, യേശു आया है, യേശു आया है. We give you glory, Lord. We praise you.